പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അമേരിക്ക പൈലറ്റിനെ രക്ഷിക്കാൻ എന്ന പേരിൽ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ കരയുദ്ധത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. ആ കരയുദ്ധത്തിന് വേണ്ടി നൂറുകണക്കിന് സൈനികരെയാണ് അമേരിക്ക അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇസ്ഫഹാനിലുള്ള ആണവ റിയാക്ടറുകൾ ആക്രമിക്കുക, അവിടെയുള്ള എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം പൊക്കിയെടുക്കുക എന്നതായിരുന്നു ഈ സേനയുടെ ദൗത്യമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതേസമയത്ത് ഇറാൻ സൈന്യം അവരെ വളയാനിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടെ അവിടെ യുദ്ധവിമാനങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ട് ഓടുകയായിരുന്നു അമേരിക്കൻ സൈന്യം എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 12ഓളം യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ അടക്കം അമേരിക്കക്ക് നഷ്ടമായി ഇതിലൂടെ എന്നാണ് ഇറാൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്ന കരയുദ്ധം, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ കരയുദ്ധം, കരസേനയെ ഉപയോഗിച്ച്, ഡെൽറ്റ ഫോഴ്സിനെ പോലുള്ള ഫോഴ്സിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തി ലക്ഷ്യം നേടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു ശ്രമമായിരുന്നു അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ പൈലറ്റിനെ രക്ഷിക്കുക എന്ന പേരിൽ ഒരു നാടകമായിരുന്നു അവിടെ നടന്നത്. യഥാർത്ഥ ലക്ഷ്യം പൈലറ്റിനെ രക്ഷിക്കുകയായിരുന്നില്ല. അതിനുവേണ്ടി ആയിരുന്നില്ല ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉപയോഗിച്ചത്. നേരെ മറിച്ച് അതൊരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതല്ല എങ്കിൽ ഒരു ഗ്രൗണ്ട് സേനയെ ഇറക്കിക്കൊണ്ട് പരിമിതമായ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ഉദാഹരണത്തിന് ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതുപോലെ ആണവ റിയാക്ടറുകൾ നശിപ്പിക്കുക, ഈ ഒരു ദൗത്യം നിർവഹിച്ച് തിരിച്ചു പോരുക എന്നതായിരുന്നു ഈ സൈന്യത്തിന്റെ, ഈ ഡെൽറ്റ ഫോഴ്സിന്റെ ദൗത്യം. അതേസമയം ഈ ഡെൽറ്റ ഫോഴ്സ് ഇങ്ങനെ ഇറങ്ങുന്നതോടുകൂടെ ഇറാന്റെ സൈന്യം അവരെ വലയം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഉടനെ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുകയും, മാത്രമല്ല അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത വിധം ഓടിപ്പോവേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് അവിടെ പ്രധാനപ്പെട്ട അവിടെയുള്ള മിലിറ്ററി പ്രോപ്പർട്ടികളെല്ലാം സ്വന്തം മിസൈൽ ആക്രമണം നടത്തി കരിച്ചു കളഞ്ഞത്. കാരണം ഈ ആയുധങ്ങൾ ഇറാന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ, ഇതിന്റെ എല്ലാം രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തത്തുല്യമായ സംവിധാനങ്ങൾ അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളിൽ തത്തുല്യമായ ടെക്നോളജികൾ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ രഹസ്യങ്ങൾ ഇറാന്റെ കയ്യിൽ പെട്ടുപോകുന്നത് ഭയപ്പെട്ടതുകൊണ്ട് അവർ സ്വന്തം തകർക്കുകയായിരുന്നു. അതല്ല എങ്കിൽ ഈ യുദ്ധവിമാനങ്ങളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണത്തിൽ അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള മേൽക്കൈ നേടാൻ സാധിക്കുമോ എന്നതും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു പൈലറ്റിനെ രക്ഷിക്കുക എന്നതിലപ്പുറം ഇത് ഗ്രൗണ്ട് അറ്റാക്ക് നടത്താനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത്. എന്നാൽ പൂർണ്ണമായും അത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇറാന്റെ IRGC എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്.